നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. പ്രണയപുഷ്പം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഹാർഡ്വാർഡിലെ ആ വലിയ ആശുപത്രിയുടെ വെളുത്ത ഇടനാഴിയിൽ അനന്യ വിശ്രമമില്ലാതെ ദിവസവും ഡ്യൂട്ടിക്ക് ഓടിക്കൊണ്ടിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞാൽ കാലുകൾ തളരും, പക്ഷേ മനസ്സിനൊരുതരം അനിർവചനീയമായ സമാധാനമുണ്ടായിരുന്നു. അവൾ ഇന്ത്യയിൽ നിന്ന് ഉപരിപഠനത്തിന് അവിടെ എത്തിയതായിരുന്നു. ഒരു ദിവസം എമർജൻസി വാർഡിൽ അപകടത്തിൽപ്പെട്ടെത്തിയ ഒരാളെ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറെ അവൾ ശ്രദ്ധിച്ചു. രാപ്പകലില്ലാതെ അദ്ദേഹം ഡ്യൂട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പല ദിവസങ്ങളിലും അദ്ദേഹം വിശ്രമമെടുക്കാതെയാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നവൾ കണ്ടു. അതാണ് അനന്യയെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. പഠനത്തിൻ്റെ ഭാഗമായി ഒരു മാസത്തോളം എമർജൻസി വിഭാഗം ആയിരുന്നു അവൾക്ക് ഡ്യൂട്ടി പോസ്റ്റിംഗ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ രോഗികളോടുള്ള കാരുണ്യം തെളിഞ്ഞു കണ്ടു. ഡോക്ടർ മാലിക് ആഫ്രിക്കയിലെ ഒരു പിന്നോക്ക രാജ്യത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സൗഹൃദത്തിലായി. ഡ്യൂട്ടി കഴിഞ്ഞ രാത്രികളിൽ അവർ ആശുപത്രിയുടെ പുറകിലെ ചെറിയ പൂന്തോട്ടത്തിൽ കോഫിയും കുടിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ മാലിക് പറഞ്ഞു, എൻ്റെ നാട്ടിൽ അവിടെയും ഇവിടെയും ചെറിയ ക്ലിനിക്കുകളുണ്ട്, പക്ഷെ മരുന്നുകളില്ല. ഒരിടത്തും ഡോക്ടർമാരില്ല. രോഗികൾക്ക് വിശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. സൗകര്യങ്ങൾ ഉള്ള ആശുപത്രികളില്ലേയില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് അനന്യ പറഞ്ഞു, എൻ്റെ നാട്ടിലെ സ്ഥിതി അതിലൊക്കെ മെച്ചമാണ്. എല്ലാം ഉണ്ട്, പക്ഷേ മനുഷ്യർക്കൊന്നിനും സമയമില്ല. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിച്ചു. സത്യത്തിൽ അവിടെ നിന്നാണ് പ്രണയം തുടങ്ങിയതെന്ന് പിന്നീട് തോന്നി. വലിയ വാക്കുകളില്ലാതെ ചെറിയ സംഭാഷണങ്ങളിൽ കൂടി നിശബ്ദതയിൽ കൂടി അവർ ഒന്നാകാൻ തീരുമാനിച്ചു. വിവരമറിഞ്ഞ അനന്യയുടെ വീട്ടുകാർ സ്തബ്ധരായിപ്പോയി. വലിയ പ്രതീക്ഷകളോടെ മകളെ വിദേശത്ത് പഠിക്കാൻ വിട്ടതാണ്. വീട്ടുകാരുടെ കണ്ണുനീരിന് അവളുടെ തീരുമാനം മാറ്റാൻ പറ്റിയില്ല. വിവാഹം വളരെ ലളിതമായിരുന്നു. കുറച്ച് സുഹൃത്തുക്കൾ, ചെറിയ ആശംസകൾ. എല്ലാവർക്കും അവളുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമായിരുന്നു. എല്ലാവരും ചോദിച്ചു, നീ എന്തിന് അവൻ്റെ രാജ്യത്തേക്ക് പോകുന്നു? ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ. അവിടെയാണെങ്കിൽ ഒന്നിനും സൗകര്യമില്ല. എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ സെറ്റിലാകൂ അനന്യേ. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പതിയെ പറഞ്ഞു, സൗകര്യങ്ങളില്ലാത്തിടത്തല്ലേ മനുഷ്യതയെ ഏറ്റവും കൂടുതൽ ആവശ്യം. പഠനം കഴിഞ്ഞ് അവർ രണ്ടുപേരും മാലിക്കിൻ്റെ നാട്ടിലേക്ക് പോയി. ആഫ്രിക്കയിലെ ആ ഗ്രാമത്തിൽ അവർ എത്തിയ ആദ്യ ദിവസം ചൂടും മണ്ണും പൊടിയും രോഗത്തിൻ്റെ ഗന്ധവും ആണ് അവളെ സ്വാഗതം ചെയ്തത്. മാലിക് അവളെയും കൊണ്ട് അടുത്തുള്ളൊരു ചെറിയ പ്രദേശത്ത് പോയി. അവിടെ അടഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ ക്ലിനിക്ക് കണ്ടു. അവിടെ കൂടി നിൽക്കുന്ന പട്ടിണിക്കോലങ്ങൾ, ചുമച്ചും പുതച്ചും കൂനിക്കൂടി ഡോക്ടറെ പ്രതീക്ഷിച്ച് വാതിൽ തുറക്കാൻ കാത്തിരിക്കുന്ന നൂറുകൂട്ടം പാവങ്ങൾ. ഒരേ സമയം ദുരിതങ്ങളും പ്രതീക്ഷകളും പേറിയുള്ള കാത്തിരിപ്പ്. ഈ കാഴ്ച അനന്യയുടെ കണ്ണുകൾ ഈറിനണിയിച്ചു. അവൾ മനസ്സിൽ ഒന്നുറച്ചു, ഇല്ല, ഇനി എവിടേക്കുമില്ല. ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനം, അനന്യ മനസ്സിൽ കുറിച്ചു. ഡോക്ടർ മാലിക്കിൻ്റെ കിസാലോ എന്ന ഗ്രാമമായിരുന്നു അത്. അവിടെയുള്ള ആ ക്ലിനിക്ക് കാലങ്ങളായി തുറക്കാറില്ല. വല്ലപ്പോഴും ഒരു ആതുരസേവകൻ വന്ന് ഇളം ചുവപ്പ് കലർന്ന അല്പം എരിവുള്ളൊരു ദ്രാവകം അവിടെ നിന്ന് കൂടി നിൽക്കുന്നവർക്ക് ഒഴിച്ചു കൊടുക്കും. അത് വാങ്ങാൻ ഓരോ ചെറിയ കുപ്പിയും കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ അയാൾ വരുന്നത് ഒരു വിദൂര പ്രതീക്ഷ മാത്രമായിരുന്നു. ഒടുവിൽ മാലിക്കും അനന്യയും ആ ക്ലിനിക്ക് വൃത്തിയാക്കി. അത്യാവശ്യം മരുന്നുകളും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ അവിടുത്തെ പ്രാദേശിക ഭരണ കേന്ദ്രങ്ങളുമായി ആലോചിച്ചു. അവരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി അവിടെ ഒരു ചെറിയ ആശുപത്രി ഉയർന്നു. ആദ്യകാലങ്ങളിൽ ഡോക്ടർ അനന്യ കരഞ്ഞ രാത്രികളുണ്ടായിരുന്നു. വൈദ്യുതിയില്ലാത്ത ഓപ്പറേഷൻ റൂം, മരുന്നില്ലാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾ, തളർന്നുറങ്ങുന്ന അമ്മമാർ, വേദന കൊണ്ട് പുളയുന്ന രോഗികൾ. ഇതൊക്കെ ഡോക്ടർ അനന്യയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ഓരോ പ്രഭാതത്തിലും അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്കായി കാത്തു നിൽക്കുന്ന കണ്ണുകളുണ്ട് എന്നത് സ്വന്തം കാലുകൾക്ക് വേഗം കൂട്ടി. ഒടുവിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് പ്രാദേശികവാസികളുടെ അനാരോഗ്യം കണക്കിലെടുത്ത് സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഡോക്ടർ അനന്യ ആ ഗ്രാമത്തിൻ്റെ ഡോക്ടറമ്മയായി മാറി. ഡോക്ടർ മാലിക്കിനെ കൂടാതെ 10ഓളം ഡോക്ടർമാരും ധാരാളം നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും എല്ലാമായി ആശുപത്രി ഉയർന്നു. 200 മേൽ കിടക്കകളുള്ള അവിടെ അതിൽ കൂടുതൽ പേരെയും അത്യാവശ്യം വന്നാൽ കിടത്തി ചികിത്സിക്കാൻ ആശുപത്രി സൗകര്യങ്ങൾ ചെയ്തു. ഒരു വെറും ക്ലിനിക്കായിരുന്ന ആ മുറി ഇന്ന് സാമാന്യം വലിയൊരു ആശുപത്രിയായി മാറി.
അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാം ഇപ്പോൾ ധാരാളം രോഗികൾ ഇവിടെ അഭയം തേടുന്നു. ഒരിക്കൽ ഡോക്ടർ മാലിക് സ്നേഹത്തോടെ അനന്യയോട് ചോദിച്ചു, എപ്പോഴെങ്കിലും സ്വന്തം ആൾക്കാരെ വിട്ട് എൻ്റെ കൂടെ വന്നതിൽ ഇച്ഛാഭംഗം തോന്നിയിട്ടുണ്ടോ? ഡോക്ടർ അനന്യ മാലിക്കിനോട് പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. ഇന്ന് ഞാനൊരു വിദേശത്തല്ല, എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബത്തോടൊപ്പം. ഇന്ന് ഞാൻ ഒരു രാജ്യത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ അല്ല, സാധാരണ മനുഷ്യരുടെ സ്വന്തം ഡോക്ടറാണ്. പൂവിട്ട പ്രണയങ്ങൾ ഒരാളെ മറ്റൊരു രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നിരിക്കാം, പക്ഷേ നമ്മുടെ പ്രണയം സേവനത്തിൽ കൂടെയാണ് ഇവിടെ പുഷ്പിച്ചത്. ഇത് കേട്ട മാലിക് അനന്യയെ ചേർത്ത് പിടിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.